എം കെ അലി 240 കോടി രൂപ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ പരാതി അയച്ച സി ജി ഉണ്ണി അടക്കമുള്ളവരുടെ കൂട്ടത്തിലുള്ള എം കെ അലി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാലിം മുഹമ്മദ്, എം കെ അലി, താങ്കൾക്ക് തൃണമൂലിൽ എന്താണ് പാർട്ടി സ്ഥാനം? ഹലോ ശ്രീ എം കെ അലി. യെസ്, തൃണമൂലിൽ ഇപ്പോൾ എന്താണ് എം കെ അലിയുടെ സ്ഥാനം? ഞാൻ തൃണമൂൽ കോൺഗ്രസിന്റെ വയനാട് ജില്ലാ പ്രസിഡന്റാണ്. ഈ അൻവറിനെതിരായി ഇത്തരത്തിലൊരു പരാതി എങ്ങനെയാണ് സംസ്ഥാനം? ഈ പി വി അൻവർ വരുന്നതിന് മുമ്പേ എം കെ അലി തൃണമൂലിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ? അതെ അതെ. അപ്പോൾ ഈ പി വി അൻവറിനെതിരെ എന്താണ് നിലനിൽക്കുന്ന കമ്മിറ്റിക്കുള്ള പരാതി? പി വി അൻവർ നിലവിലുള്ള പഴയകാല തൃണമൂൽ കോൺഗ്രസുകാരുമായിട്ട് യാതൊരു തരത്തിലുള്ള സഹകരണവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പരാതി. കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തൊട്ടാകെ ഞങ്ങൾ പ്രവർത്തന രംഗത്ത് സജ്ജരാണ്. ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കിയത് ഞങ്ങളാണ്. കേരളത്തിലെ മൊത്തം 14,500ഓളം മെമ്പർമാർ തൃണമൂൽ കോൺഗ്രസിന് നിലവിലുണ്ട്. അപ്പം മുൻകാല പ്രവർത്തകരുമായിട്ട് സഹകരിക്കാത്ത പി വി അൻവറിനോട് ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത് മുഖവിലക്കെടുക്കാത്ത രീതിയിലുള്ള ഒരു പാർട്ടി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളുടെ പരാതി. അതായത് ഇപ്പോ പി വി അൻവറിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെയാണ് അല്ലേ? കാരണം നിങ്ങളുടെ പാർട്ടിയിൽ ഒരു സ്പേസ് എവിടെയും കിട്ടാതെ വരുമ്പോൾ ഒരു സ്പേസ് തേടിയെത്തുന്നു. അതിനുശേഷം നിങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് നിങ്ങളുടെ പാർട്ടിയെയും നിലനിൽക്കുന്ന കമ്മിറ്റിയെയും ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ വ്യക്തി മേൽക്കോയ്മയിലുള്ള പ്രവൃത്തിയാണ് പി വി അൻവർ കാഴ്ചവെക്കുന്നത് അല്ലേ? അതാണ് എം കെ അലി. തീർച്ചയായിട്ടും. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി ദേശീയ നേതൃത്വത്തിന് മമതാ ബാനർജിക്ക് നൽകിയ പരാതിയിൽ പറയുന്ന ഒന്ന് ഈ സാമ്പത്തികമായ പിരിവിനെ സംബന്ധിച്ചാണ്. അതെന്തൊക്കെയാണ് എം കെ അലി? സാമ്പത്തികമായിട്ടുള്ള പിരിവിനെ കുറിച്ചുള്ള പരാതി ഉന്നയിച്ചത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സി ജി ഉണ്ണിയാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഔദ്യോഗികമായിട്ട് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിനെ കണക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായും സി ജി ഉണ്ണിയെ ഞങ്ങൾ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഒരു വയനാട് ലോക്സഭ എന്ന് പറയുമ്പോൾ നിലമ്പൂർ അടക്കമുള്ള പ്രദേശങ്ങൾ ഉള്ള മണ്ഡലങ്ങളുള്ള ലോക്സഭാ മണ്ഡലമാണ്. അപ്പോൾ വയനാട്ടിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജില്ലാ കമ്മിറ്റിക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായത് എന്തൊക്കെയാണ് ഈ പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. വയനാട് ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും എന്നോടും അല്ലെങ്കിൽ എന്റെ സഹപ്രവർത്തകരോടും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മാന്യതയും പി വി അൻവർ കാണിച്ചില്ല എന്നുള്ളതാണ് പ്രധാന പരാതി. എന്താണ് രാഷ്ട്രീയ മാന്യത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ ഈ രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പം അത്തരം ഒരു സംവിധാനം നിലവിൽ ഇരിക്കെ പുതിയ ഒരു അറ്റംപ്റ്റ് തൃണമൂലിന് വേണ്ടിയിട്ട് പി വി അൻവർ നടത്തുന്നത് ശരിയല്ല എന്നുള്ള അതാണ് പ്രധാനമായിട്ട് ഞങ്ങൾ മുൻപോട്ട് വെച്ച പരാതി. അതായത് എം കെ അലി തെളിച്ച് പറയൂ. കാരണം നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം അടക്കം പരാതി നൽകിയ ഒരു സാഹചര്യത്തിൽ ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് അതേ സംബന്ധിച്ച് പറയാം. കാരണം നിങ്ങളുടെ പാർട്ടി അംഗീകരിച്ചൊരു കാര്യമാണ് പി വി അൻവറിനെതിരായ നീക്കം. അപ്പോൾ ആ അർത്ഥത്തിൽ എം കെ അലി ഏതൊക്കെ തരത്തിലാണ് വയനാട് ജില്ലാ കമ്മിറ്റിക്ക് പി വി അൻവർ ഉണ്ടാക്കിയ ശല്യങ്ങൾ, രാഷ്ട്രീയ മാന്യത കുറവ് കാട്ടി എന്ന് പറയുന്നല്ലോ, എന്തൊക്കെയാണ്? അത് നിങ്ങളോട് നേരിട്ട് കയർക്കുകയോ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? കയർക്കാനുള്ള ഒരു സാഹചര്യം പി വി അൻവറിനില്ല. അത്തരം ഒരു സാഹചര്യം പി വി അൻവറിന് ഞങ്ങൾ നൽകില്ല. കാരണം ഞങ്ങള് വയനാട് ജില്ലാ കമ്മിറ്റി ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാതെ, ഞങ്ങളോട് ഏതെങ്കിലും തരത്തിൽ കൂടിയാലോചന നടത്താതെ മറ്റൊരു ജില്ലാ കമ്മിറ്റി രൂപീകരണത്തിലുള്ള ഒരു ശ്രമമാണ് പി വി അൻവർ നടത്തിയത്. അത് ഞങ്ങൾ തടഞ്ഞു. ഞങ്ങൾ അത്തരം ഒരു പരിപാടിയിൽ ഏതെങ്കിലും തരത്തിൽ സഹകരിക്കില്ലെന്നും സംസ്ഥാന കമ്മിറ്റിയുമായിട്ട് ഒരു സംസാരം അല്ലെങ്കിൽ ഒരു അലയൻസിന്റെ ഒരു രീതി പി വി അൻവർ കൊണ്ടുവന്നില്ല എന്നുള്ളതുമാണ് ഞങ്ങളുടെ മുഖ്യ പരാതി. തീർച്ചയായും എം കെ അലി വളരെ ഗൗരവമാണ്. ഒരു പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഗൗരവമായ കാര്യമാണത്. കാരണം നിലനിൽക്കുന്ന ഒരു പാർട്ടി കമ്മിറ്റിയിൽ വന്ന് കയറിയതിനു ശേഷം ആ കമ്മിറ്റിക്ക് സമാന്തരമായി മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കി അതേ പാർട്ടിയിൽ നിലനിൽക്കാൻ ശ്രമിക്കുന്നത് ഒന്നാം തരം പാർട്ടി വിരുദ്ധതയാണ്. അത് ഏത് പാർട്ടിയെ സംബന്ധിച്ചായാലും അത് പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും മാന്യതകൾ ലംഘിക്കുന്നതാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ എം കെ അലി തുടരൂ.